നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയിൽ ഗോവർദ്ധനും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ചർച്ചാ വിഷയം ശരണ്യാണ്. അപ്പൊ ശരണ്യ സത്യങ്ങളൊക്കെ കോടതി വിളിച്ചു പറയുവാണെങ്കിൽ രോഹിത്തിന് രക്ഷപ്പെടാൻ പറ്റും. അതത്ര എളുപ്പമൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ശരണ്യ അങ്ങനെ പെട്ടെന്നൊന്നും പറയില്ല. ശരണ്യയുടെ വീട്ടുകാരുടെ പ്രഷറുണ്ട്. രോഹിത്തിനും കൂടെ പ്രതി ചേർക്കാനായിട്ട് പോലീസുകാരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. ഇതൊക്കെ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പത്രക്കാരെ മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്താം, നമുക്കൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ടാ അതും കൊണ്ട് എന്തേലും ആകുമോ? ഒരു പക്ഷേങ്കിൽ അലീന പറഞ്ഞതുപോലെ അതൊരു പ്രശ്നത്തിന് പരിഹാരം ആവില്ല. ചിലപ്പോൾ അവൾ കോടതി മൊഴി മാറ്റി പറഞ്ഞാലോ? രോഹിത്തും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തീരില്ലേ? അവൾക്കെതിരെ നമ്മൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, പിന്നെ എന്താ ചെയ്യണ്ടേ? അല്ല, അലീന എന്തെങ്കിലും തീരുമാനം എടുത്തു കാണുമല്ലോ. അവൾ എന്താണെങ്കിലും രോഹിത്തിനെ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. അവൾ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. ഇത്രയും വരെ കാര്യങ്ങളൊക്കെ എത്തിയില്ലേ, അപ്പൊ ബാക്കി കാര്യങ്ങളെ കൂടെ അവള് നോക്കിക്കോളൂ. തൽക്കാലത്തേക്ക് നമുക്ക് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ചെയ്യണം, ഒരു വക്കീലിനെ കാണണം, നല്ലൊരു വക്കീലിനെ കണ്ട് ഒരു ഉപദേശം തരേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഗോവർദ്ധൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിലുള്ള നല്ലൊരു വക്കീലുണ്ട്, നാളെ അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ബാലേട്ടൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിന് ബാലേട്ടൻ്റെ സമ്മതമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ അലീനയെ വിളിക്കണം. അലീനയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് അലീന ചോദിച്ചു, എന്താ മനുവേട്ട എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടല്ലോ? അത് പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? ഈ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നമെന്ന് പറഞ്ഞു. പ്രശ്നമോ? അതേന്നേ, അമ്മ അച്ഛനൊക്കെ പറയണേ നീ ശരണ്യെ സ്വാധീനിച്ചതാ. ഒരു പക്ഷെ നിനക്ക് ഇനി സ്വാധീനിക്കാൻ പറ്റും. ഹരിയേയും കൂടെ പുറത്തിറക്കാനായിട്ട് നിനക്ക് സാധിക്കും എന്നൊക്കെയാ പറയണേ. അതിന് ഞാൻ ആരെ സ്വാധീനിച്ചിട്ടില്ലല്ലോ, അതെനിക്കല്ലേ അറിയത്തുള്ളൂ. ഇനി നീ ശരണ്യയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അതെന്തിനാ? അല്ല, വെറുതെ ആ കൊച്ചിനെ ഒന്ന് കണ്ടിരിക്കാനാ. കൊള്ളാം. അതെ, രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ആപ്പഴ വഷളാവും. രണ്ടുപേരും പ്രതികളുടെ വീട്ടിൽ നിന്നുള്ള ഏജന്റുമാരാന്ന് അവർക്ക് തോന്നും. ഒരു പക്ഷെ മൊഴി മാറ്റി പറയാനായിട്ട് ശരണ്യയെ സ്വാധീനിക്കാനായിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ചെന്നെന്ന് വരുത്തി തീർക്കും. അങ്ങനെ വന്നാൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണേന്ന്. അത് നടക്കില്ല മനുവേട്ട. അത് മാത്രമല്ല, ഈ പറയുന്ന ശരണ്യെ ഒരിക്കലും ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾ എന്നോട് ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയുക ചെയ്തേ. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ അമ്മയോടും അച്ഛനോടും അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കണ്ടേ? അവർ പറയുന്ന അലീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണ്യെ കേൾക്കുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. മനുവേണ്ട അറിയാലോ, തെറ്റ് ചെയ്യുന്നതോടൊപ്പം എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഞാൻ നേരിൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. പക്ഷെ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രോഹിത്ത് രക്ഷപ്പെടുകയും വേണം. അതാണ് എൻ്റെ ആവശ്യം. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. മനു പറഞ്ഞു, ശരിയാ, എനിക്ക് നിന്നെ അറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് നിന്നെ മനസ്സിലാവണമെന്നില്ല. അറിഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞെന്നുള്ളൂ. അമ്മയ്ക്കാണ് ഇവിടെ ഒരു സമാധാനമില്ല. ഹരിയും രോഹിത്തും ജയിലിൽ പോകുന്നതിൻ്റെ അല്ല, ഇനിയിപ്പോൾ ഹരി ജയിലിൽ പോയിട്ട് രോഹിത്ത് പുറത്തിറങ്ങിയാലോ, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, രോഹിത്ത് അല്ലേ തെറ്റൊന്നും ചെയ്യാതെ ഇരിക്കുന്നേ. തെറ്റ് ചെയ്യാത്ത അവന് എന്തൊരു ശിക്ഷ അനുഭവിക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവനെ പുറത്തിറക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കിടക്കാൻ പോണതിന് മുമ്പ് അലീന രേവതിക്കുട്ടിയും കൂടെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, ഇതൊക്കെ ശരണ്യെ പറഞ്ഞാണെന്ന് ചോദിച്ചു. അതെ ചേച്ചി, ഒരു കാര്യമുണ്ട്. ശരണ്യ ചേച്ചിയോട് പറഞ്ഞാലും ഇതൊക്കെ കോടതി പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പോലീസുകാരൊക്കെ അവളെ സ്വാധീനിച്ചാണ് രോഹിത്തിൻ്റെ കൂടെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി രോഹിത്തിൻ്റെ പേര് പറയും. ഒരു പക്ഷേങ്കിലും ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയുള്ളൂ. അലീന പറഞ്ഞു, എൻ്റെ ഏക പ്രതീക്ഷ അവളാണ്. ചിലപ്പോൾ അവൾ ഇനി രോഗത്തില്ല എന്ന് പറഞ്ഞാലോ? അത് നടക്കുമെന്ന് തോന്നില്ല. പിന്നെ ചേച്ചിയുടെ വഴിക്കൊന്ന് നീങ്ങി നോക്ക്. അതെ, എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കാറുള്ളൂ. അവൾക്ക് വേണമെന്ന് ആത്മധൈര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളെ ഇപ്പോൾ ഇന്ന് പോയി കാണണം, സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞു, പക്ഷെ എനിക്ക് ഈ കാര്യത്തിലൊരു ഉറപ്പുമില്ല കേട്ടോ, നോക്കാമെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ വക്കീൽ വരുന്നുണ്ട് കടപ്പാട്ടി വീട്ടിലേക്ക്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു, വാസാറെ കയറി വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ വക്കീൽ വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയും കൂടെ വിളിച്ചു. അലീനയും കൂടെ അങ്ങോട്ട് വന്നു.
അലീനെ പരിചയപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു, അതെ അലീനയോടാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ശരണ്യ. വക്കീൽ ചോദിച്ചു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെയാ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും അലീന നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അവൾക്ക് പേടിയാണ് അവളുടെ അച്ഛനെയും അമ്മയും, പിന്നെ അതുമാത്രമല്ല കുറേ രാഷ്ട്രീയക്കാരും പിന്നെ പോലീസുകാർ വരെ അവളോട് പറഞ്ഞിരിക്കുന്ന രോഗത്തിൻ്റെ പേര് പറയണമെന്നാണ്. അതുകൊണ്ടാണ് രോഗത്തിൻ്റെ പേര് അവൾ പറഞ്ഞിരിക്കുന്നത്. ആ പേര് മാറ്റി പറയാൻ ഇനി അവൾക്ക് പേടിയുണ്ട്. എന്നോട് മാത്രം പറഞ്ഞത് അവളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായതുകൊണ്ടാണ്. രോഗത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവളത് പറയാതിരുന്നേ. ഇത് കേട്ടപ്പം വക്കീൽ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ കോടതി കേസ് എന്നിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ തിരിച്ചു പറയില്ലായിരിക്കും, രോഗത്വം ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. അവരൊക്കെ പറഞ്ഞ പോലെ കേസിന് ബലം കൂടാനായിട്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അവൾ ആ കാര്യം ഇനി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയുന്ന മൊഴിയൊക്കെ വിശ്വസിക്കാനായിട്ട് കോടതി പോലും ചിലപ്പോൾ വിസമ്മതിക്കും. ഇത്ര നാൾ 4 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് 3 പേരായി. അപ്പം ഇനി അവളെ സ്വാധീനിച്ച് പണം വലുതും മേടിച്ചിട്ടാണോ അവൾ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്? അങ്ങനെയൊക്കെ ചിന്ത കോടതിക്കുണ്ടാവും, അസ്വാഭാവികം മാത്രമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ സമയത്ത് വക്കീൽ പറഞ്ഞു, അവൾ സ്വയം മനസ്സാലെ പറയണം, നമ്മൾ ആരും നിർബന്ധിക്കാൻ പോരെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഞാനും അച്ഛനോട് അതാ പറഞ്ഞേ. ഒരു പക്ഷെ ഞാൻ അവളെ പോയി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പം അതിന് വഴങ്ങില്ല. അവൾ കോടതി മൊഴി ചിലപ്പോൾ മാറ്റി പറയായിരിക്കും. അത് പറ്റില്ല അച്ഛാ. പക്ഷെ അവളെ നമ്മൾ ആരും സ്വാധീനിക്കാതെ അവൾ മൊഴി കൊടുക്കണം. അവൾക്ക് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞു, പറഞ്ഞ കറക്റ്റായിട്ടുള്ള പോയിന്റാ. വീട്ടുകാർ പോലും അറിയരുത് അവൾ കോടതി എന്താ മൊഴി കൊടുക്കാൻ പോണെന്ന്. വീട്ടുകാരൊക്കെ വിശ്വസിച്ചിട്ടിരിക്കുന്ന രോഗത്തിൻ്റെ കൂടെ പേര് പറയണം എന്നായിരിക്കണം. പക്ഷെ അല്ലാതെ രോഗത്തിൻ്റെ പേര് പറയില്ല എന്നുള്ള ഒരു ഉറപ്പ് നിനക്ക് വാങ്ങിക്കാൻ പറ്റുമോ അലീനയെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എങ്ങനെയാ വക്കീൽ സാറേ അവളെ പോയി സ്വാധീനിക്കുന്നത്? അവളോട് പറയുന്ന രോഗത്തിൻ്റെ പേര് പറയലെന്ന്. അല്ല, രോഗത്ത് തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ ധൈര്യമായിട്ട് പറയാലോ. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അവൾക്കും തോന്നി ശരിയാന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. രോഗത്തിനെ പുറത്തിറക്കാനായിട്ട് ഏത് വഴിയും സ്വീകരിക്കണം. ഒടുവിൽ വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, അച്ഛാ ഞാൻ അവിടെ ചെന്ന് ഒരു കാരണവശാലും ശരണ്യോട് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കത്തില്ല. അവൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പം ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് തോന്നുമോ ഞാൻ അവളെ സ്വാധീനിക്കാൻ ചെന്നാന്ന്? ഒരിക്കലും ഇല്ല. നീ ഇത്രയും ദിവസം പോയതല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് കമലയെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് മട്ടിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഓ, നാശം പിടിക്കാനായിട്ട് രോഹിത്ത് രക്ഷപ്പെട്ടു. തൻ്റെ മോൻ മാത്രം അകത്ത് കിടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രോഹിത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ മോനും തനിച്ച്, പിന്നെ നാണക്കേട് അത് വേറെ. രോഹിത്ത് തെറ്റും ചേർത്തില്ല, തൻ്റെ മോനെ തെറ്റ് ചെയ്തെന്ന സമൂഹം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അതൊക്കെ ഓർക്കുമ്പോഴായിരുന്നു കമലയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് കമല വൈജയെ വിളിക്കണം. വൈജ ചോദിച്ചു, എന്തൊക്കെയുണ്ട് കമലടുത്ത് വിശേഷങ്ങൾ? ഇവിടെ ഭയങ്കര വിശേഷങ്ങളല്ലേന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ആക്കിയുള്ള വർത്താനം? നിന്റെ വീട്ടിൽ ഒരുത്തിയുണ്ടല്ലോ അലീന, അവളിപ്പോൾ നല്ല ബഹുവിശേഷം തന്നെയാന്ന് പറഞ്ഞു. അല്ല, അലീനയ്ക്ക് എന്തു പറ്റി? അവളാ ശരണ്യെ പോയി സ്വാധീനിച്ച് രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർത്തു. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അതെ, അവൾ പറഞ്ഞു പോയി രോഹിത്ത് തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എൻ്റെ ഹരിയ തെറ്റ് ചെയ്തിരിക്കണമെന്ന്. അതൊക്കെ വെറും കള്ളത്തരോ. അങ്ങനെ രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുങ്ങുക അവളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വൈജയ്ക്ക് ഒരു ചെറിയ സമാധാനമൊക്കെ തോന്നി. അപ്പോഴേക്കും കമല പറഞ്ഞു, പക്ഷെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും തെറ്റ് ചെയ്ത പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലോ. അവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ഇടിച്ചിഞ്ചപ്പരുവാക്കിയില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. താന് അത്ര നന്നായിട്ട് വളർത്തിയ മോന അവനോ പോലീസുകാർ അവനെ ഇടിച്ചെന്നൊക്കെ അറിഞ്ഞാൽ കമലയ്ക്ക് സഹിക്കുമോ? കമല പറഞ്ഞു, അല്ല വൈജയ്ക്ക് സഹിക്കുമോ? വൈജ പറഞ്ഞു, എന്താ കമലടുത്തി എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിച്ചു. അതെ, നല്ലവണ്ണം തന്നെ പോലീസുകാർ അവർക്കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടിയൊക്കെ. എൻ്റെ മോനും കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇനിയിപ്പം ആ ശരണ്യെന്ന് പറയുന്ന പെണ്ണ് വിചാരിച്ചാൽ മാത്രം അവർക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. രോഹിത്തിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. കാരണം രോഹിത്തിന് അലീനെ ഉറപ്പായിട്ടും പുറത്തിറക്കും. അവൻ നിരപരാധിയാന്ന് വരുകയും ചെയ്യും. പക്ഷെ എൻ്റെ മോന് അത് കേട്ടപ്പോഴാണ് വൈജയ്ക്ക് ഒരു സമാധാനമായത്. തൻ്റെ മോൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞല്ലോ, അതെന്നെ സമാധാനം. ഇനി ധൈര്യമായിട്ട് തല ഉയർത്തി പഠിച്ച് നടക്കാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.